പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ രാജ്യത്തെ നിയമമായി മാറും. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ നിർണായകമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം അതിപ്പോൾ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയിരിക്കുന്നു. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? ലോക്സഭ ഇന്നലെയും രാജ്യസഭ ഇന്നും പൊതുപരീക്ഷാ സംരക്ഷണ ബില്ല് പാസാക്കുകയുണ്ടായി. പ്രതിപക്ഷം കോൺഗ്രസ് ഇന്ന് ഈ ബില്ല് ചർച്ചയ്ക്കിടയിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അടക്കം ആശങ്കയിലാഴ്ത്തിയിരുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിർണായകമായ ബില്ലിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഈ നടപടി ഉണ്ടായത്. എന്നാൽ കൗതുകകരമായ കാര്യം, ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു വന്ന DMK ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അവർ ഈ ചർച്ചയിൽ സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്തു. അതേസമയം കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ്, റഹീം, അതോടൊപ്പം സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചില ഭേദഗതികൾ ഇതിൽ നിർദ്ദേശിച്ചെങ്കിലും അവർ ഈ ഭേദഗതി നിർദ്ദേശിച്ച ആളുകൾ ചർച്ചയ്ക്ക് പിന്നീട് ഇതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി അവിടെ വേണം എന്നതാണ് ചട്ടം. പക്ഷേ അതിൽ പോലും പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ബില്ലിനെ ഈ ഇടതുപക്ഷവും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ഒരർത്ഥത്തിൽ എതിർത്തു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കേണ്ട കാര്യം, ജന്തർ മന്ദറിൽ സമരം ചെയ്ത ആളുകളാണ് ഈ ബ്രിട്ടാസും അതോടൊപ്പം റഹീമും സന്തോഷ് കുമാറും ഒക്കെ. പക്ഷേ നിർണായകമായ ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ച ശേഷം ഇറങ്ങിപ്പോവുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്.